ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വെറുപ്പിക്കാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫസ്റ്റ് SLC എക്സാം തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിടേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഉളത്തരമായെങ്കിലും കുഴപ്പമില്ല. പിന്നെ മലയാളമായിരുന്നു ഫസ്റ്റ് പരീക്ഷ. ഞങ്ങൾക്ക് SLCക്കാർക്ക് 4-ാം തീയതി തുടങ്ങിയത്, 1-ാം തീയതി തൊട്ട് ബാക്കിയൊക്കെ തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാനിരുന്ന് വായിക്കുകയാണ്. ഞാൻ പിന്നെ ഇന്നലെ രാത്രി വളരെ നല്ലോണം പഠിച്ചതുകൊണ്ടാവാം ഒന്നും ഫുള്ള് തീർന്നില്ല. ഇന്നലെ അത് കുറച്ചായപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് പേര് വിളിച്ച് ഞങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് സമയം പോയി. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കിയുള്ളവ വായിച്ചതിൻ്റെ ഞാൻ കിടന്ന് ഉറങ്ങി. കാരണം എനിക്ക് കോട്ടായിട്ട് ചത്തിരിക്കുകയും ഞാൻ പിന്നെ കുളിച്ചു. എനിക്ക് അമ്പലത്തിൽ പോയി ഭക്തയാവേണ്ടതാണ് ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകാമെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിച്ച് പിന്നെ ഞാൻ മുടി മെടഞ്ഞിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വേണ്ടാന്ന്. അങ്ങനെ ഞാൻ മുടിയൊക്കെ മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 8-8:30 ആകുമ്പോഴേക്കും സാധനങ്ങൾ 9 മണിക്കൊക്കെ പോകാറ്. 8:30 ആകുമ്പോഴേക്കും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോകാൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ നല്ല കുട്ടിയായി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്താണാവും ഞാൻ എല്ലാ പൈസയ്ക്കും ഞാൻ പണ്ട് തൊട്ടേ ഞാൻ അനുഗ്രഹമൊക്കെ വാങ്ങിയിരുന്നു. കാരണം ഞങ്ങൾ പണ്ട് പഠിച്ച സ്കൂൾ അങ്ങനെയായിരുന്നു. ക്യൂട്ടീസ്, അപ്പോൾ ഞാനിപ്പോൾ തന്നെ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഫസ്റ്റ് പരീക്ഷയായിരുന്നു. വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ എനിക്ക് തോന്നിയത് 4 മാർക്ക് കിട്ടിയിരുന്ന ക്വസ്റ്റ്യൻസ് 6 മാർക്കിൻ്റെ വന്നിരുന്നെങ്കിൽ ഒരുപാട് ഇതാണ്. 4 മാർക്കിട്ട് ഒരുവിധം നല്ലോണം വിശദീകരിച്ച് എഴുതാനുള്ള വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫുള്ള് ഞാൻ 15 മിനിറ്റൊക്കെ ഇന്നലെ എഴുതിയ രസമായിരുന്നു. ബട്ട് കുഴപ്പമുണ്ടായില്ല, നല്ല പരീക്ഷയായിരുന്നു. പക്ഷേ എനിക്ക് 4 മാർക്കിൽ ഇതും കൂടി അധികം എഴുതാനും 6 മാർക്ക് അധികം എഴുതാൻ കിട്ടാണ്ടുമായ ഒരു അവസ്ഥ വന്നിരുന്നു. സമയമില്ലായ്മ പിന്നെ എൻ്റെ ജന്മന അവിടെ ശരി. സമയം എനിക്ക് പണ്ടേ കിട്ടാറില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ കുഴപ്പമുണ്ടായില്ല. അത്യാവശ്യം എനിക്കെല്ലാം എഴുതാൻ പറ്റി. പക്ഷേ സമയം പെട്ടെന്നായിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴേക്കും ഞാൻ പെടഞ്ഞുകൂടി എഴുതുമായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് പിന്നെ നോവലി എപ്പോഴും അങ്ങനെയാണ്. മലയാളത്തിൽ എനിക്കൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ തോന്നുന്നു, അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം നമുക്ക് അടുത്തത് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഞം വരാം. അങ്ങനെ വളരെ മനോഹരമായി പരീക്ഷ എഴുതി എന്നെ അമ്മ നാരങ്ങ വെള്ളം സ്വീകരിച്ചു. അങ്ങനെ ഞാൻ കുറേ നേരം നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇത് എന്തിനാണ് ഈ കാണിക്കുന്നത് എനിക്കറിയാൻ മേല, അത് കുറച്ച് വട്ടിളകിയിട്ടുള്ള ഇതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആ ഒരു ഇതിൽ പഠിക്കാൻ മൂട് തോന്നി ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഭയങ്കര പഠിക്കാനുള്ള ഞാൻ എന്തായാലും പഠിക്കും അതിലായിരുന്നു. പിന്നെ കുറച്ച് വായിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇപ്പോൾ പഠിക്കേണ്ട, ഉച്ചയാണ്, കുറച്ച് നേരം ഉറങ്ങിയിട്ട് പഠിക്കാമെന്ന്. അങ്ങനെ ഞാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇങ്ങനെ കണ്ടു. സാധാരണ ഞാൻ ഐസ്ക്രീമിൻ്റെ പെട്ടിയിൽ വല്ല മീൻ വറുത്തതൊക്കെ ആക്കി വയ്ക്കാറ്. ഇത് അമ്മ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചേക്കാണ്. നല്ലതാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ഐസ്ക്രീമാണ് മമ്മിയുടേത്. അപ്പോൾ എൻ്റെ മമ്മി ഓർഡർ ചെയ്ത 10 ലിറ്ററിൻ്റെ കുക്കർ ഞാൻ കാണിച്ചിട്ടാണ്. ഇതാണ് ഞങ്ങൾക്ക് 10 ലിറ്ററിൻ്റെ കുക്കർ. ഇപ്പോൾ കാണുന്നത് കേട്ടു. 10 ലിറ്ററിൻ്റെ കുക്കറാണ്, വലുതാണ്. ഞങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട, വളരെ കൂടുതലായിപ്പോയി. കൊച്ചു കളി. അമ്മ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തെറ്റി വരാറില്ല. ഞാൻ ഒരു ഓർഡർ തെറ്റി വന്നിട്ട് ഇവിടെ എല്ലാവരും ഒന്നറിയാം പുലിവാലേ. ഈ കുക്കറിലാണ് നാളെ മുതൽ എൻ്റെ അമ്മ പാചകം ചെയ്യാൻ പോകുന്നത്. സൂപ്പർ. ഇത്ര നല്ല കുക്കർ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്, ലൈഫ് ലോങ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിനെ. കാരണം ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല പാടില്ല ഗൈസ്, നല്ല രസമുണ്ട്. ഒരു കുക്കർ ലുക്കുണ്ട്, ഹോക്കിങ്സ്. ബട്ട് ഇതിൽ അരി വെച്ച് വേവിച്ചാൽ എല്ലാവരും തികയുമോ എന്ന ഡൗട്ട് കൊണ്ട് ഞങ്ങൾ റിട്ടേൺ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ എന്നെ കാണായത് അമ്മ ഒറ്റയ്ക്ക് ഓർഡർ ചെയ്തതാണ്. അമ്മ അധികം ഇങ്ങനെ ഒറ്റയ്ക്ക് ഓർഡർ ചെയ്യില്ല. അമ്മ ചേർന്നാൾ എന്നെ ചിലപ്പോൾ എന്നോട് വിളിക്കാറുണ്ട്. ഞാൻ ചേർന്നാണ് ഇവിടുത്തെ ഓർഡർ ചെയ്യുന്ന മീൻ കഴിക്കാൻ നിൽക്കാറുള്ളത്. മീൻസ് ഞങ്ങൾ ഓർഡർ ചെയ്തതിന് വെറുതെ പെട്ടിഷ കഴിക്കാറുണ്ട് വെറുതെ അമ്മയുടെ അടുത്ത് മാത്രം. അതുകൊണ്ട് അമ്മ തിരികെ ഓർഡർ ചെയ്ത് വന്ന് നല്ല രസമായ ഒരു സംഭവമാണ് ഇത്. പിന്നെ അമ്മയെ കുറച്ച് ട്രോളിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു. അങ്ങനെ എനിക്ക് ഇന്ന് മീൻ കറിയും പിന്നെ എന്നിട്ടായിരുന്നു, പിന്നെ വഴുതനങ്ങ ഉപ്പേരി. അങ്ങനെ പിന്നെ എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളി അച്ചാർ ഞാൻ ഇല്ലാണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്നില്ല. എന്തുകൊണ്ടും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ അച്ഛനൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അച്ഛനൊക്കെ അവിടെ TV കാണാണ്. എനിക്കും TV കാണണം. അതുകൊണ്ട് ഞാൻ അവിടെ TV തരാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ TV ഇല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ TV കണ്ടു. എൻ്റെ കണ്ണൊക്കെ പോകുന്നതാണ്. ഞാൻ ഫുൾ ടൈം കണ്ണ് നട്ടിട്ടാണ് TV നോക്കിയാൽ തിന്നോളത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തേക്ക് ഞാൻ നിർത്തണ്ടേ.